2024 അവസാനത്തെ ദിവസമാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ 2024 തീർന്നു. നാളെ മുതൽ പുതിയൊരു വർഷമാണ്. എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും 2024? സന്തോഷവും സങ്കടവും നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടന്നു കാണുമല്ലോ അല്ലേ? അതൊക്കെയാണല്ലോ ലൈഫ്. എല്ലാത്തിൻ്റെയും കൂടി ഒരു മിക്സറാണല്ലോ ലൈഫ്. എനിവേ പുതിയൊരു വർഷം നമുക്ക് എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ. നമുക്കറിയാം, കഴിഞ്ഞ വർഷം നമ്മൾക്കൊപ്പം ഉണ്ടായിരുന്ന പലരും ഈ വർഷം നമ്മൾക്കൊപ്പം ഇല്ല. അപ്പോൾ ഈ വർഷത്തിൻ്റെ അവസാനം വരെ കാണാൻ സാധിച്ചത് നമ്മുടെ വലിയൊരു ബ്ലെസ്സിങ് അല്ലേ? നമുക്ക് അതിന് ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പുതിയൊരു വർഷം തുടങ്ങാമല്ലേ? ഞങ്ങളിപ്പോൾ ഉള്ളത് മെയ്റ്റ്ലാൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇവിടെ ന്യൂ ഇയർ സെലിബ്രേഷനും ഫയർ വർക്ക്സും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നേക്കുന്നതാണ് കേട്ടോ, കിഡ്സൊക്കെ ആയിട്ട്. എല്ലാ വർഷവും ഇവിടെ ന്യൂ ഇയർ സെലിബ്രേഷൻ നടക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു സ്ഥലത്ത് ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. നമ്മൾ യൂഷ്വലി ടൗണിൽ, ന്യൂ കാസിൽ ടൗണിലായിരുന്നു പോകുന്നത്. പക്ഷേ അവിടെ ഭയങ്കര തിരക്കായിരിക്കും ഈ ദിവസങ്ങളിൽ. വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ പാടായതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇത്തവണ ഇങ്ങോട്ട് പോരാമെന്ന്. ഇവിടെയും നല്ല റഷായിരുന്നു, ഒരുപാട് ആളുകളായിരുന്നു. കാറ് പാർക്ക് ചെയ്തിട്ട് ഏകദേശം 1 അവറോളം ഞങ്ങൾക്ക് നടക്കേണ്ടി വന്നു കേട്ടോ ഈ സെലിബ്രേഷൻ നടക്കുന്ന സ്ഥലത്തെത്താൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു റിവറിൻ്റെ സൈഡിലായിട്ടാണ് കേട്ടോ സെലിബ്രേഷനൊക്കെ നടന്നത്. ഞങ്ങൾ വന്നപ്പോഴത്തേന് ഏകദേശം ഒരു 6-6:30 ആയിട്ടുണ്ടാവും സമയം. 9 മണിക്കാണ് ആക്ച്വലി ഫയർ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ നോക്കിക്കേ, ഇപ്പം തന്നെ ഇവിടെ എല്ലാം നിറച്ച ആളുകളായിട്ടോ. ഇത് ഈ റിവറിൻ്റെ ഒരു സൈഡ് മാത്രമാണ്. ഇതിൻ്റെ അപ്പുറം വശത്തൊക്കെ ആയിട്ട് നിറയെ ആൾക്കാരാണ് കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. നമ്മുടെ കൂടെയാണെങ്കിൽ ഇന്ന് നമ്മുടെ ഒരു ക്ലോസ് ഫ്രണ്ട്സ് ദിനൂപ്പും അഞ്ചും അവരുടെ മോൻ ഈതൻ കുട്ടനുമാണ് കേട്ടോ ഉള്ളത്. അപ്പം എല്ലാവരും കൂടെ നമ്മൾ എവിടെയാണ് പ്രോപ്പറായിട്ടുള്ള ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം എന്ന് തപ്പി നടക്കുകയാണ് കേട്ടോ. ഇടയ്ക്ക് ഞങ്ങൾക്ക് കുറേ വഴിയൊക്കെ തെറ്റി. അങ്ങനെ നടന്ന് ഫൈനലി നമ്മൾ നമുക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അത്യാവശ്യം ഫയർ വർക്ക്സൊക്കെ കാണാൻ പറ്റുന്ന ഒരു സ്പേസ് ഞങ്ങൾ കണ്ടുപിടിച്ചു കേട്ടോ. നോക്കിക്കേ ഈ സ്ഥലങ്ങളൊക്കെ. ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലെ പള്ളിപ്പെരുന്നാളും ഉത്സവം, ഫെസ്റ്റ്, അതൊക്കെ ആയിട്ട് ഓർമ്മ വരുന്നത്. അതുപോലെ തന്നെ നിറയെ സ്റ്റോൾസ്, ഫുഡ് സ്റ്റാൾസ് ഉണ്ടായിരുന്നു, കുറേ റൈഡ്സ് ഉണ്ടായിരുന്നു, കിഡ്സിന് വേണ്ടിയിട്ടുള്ള ഗെയിംസും എൻ്റർടൈൻമെൻറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ വിചാരിച്ചു ഇന്ന് വരണ്ടാന്ന്. കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 50 മിനിറ്റ്സോളം ഉണ്ട് ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. പിന്നെ പൈലിക്കുഞ്ഞിനാണെങ്കിൽ ഇന്ന് വാക്സിനേഷൻ ഡേ ആയിരുന്നു. അതുകൊണ്ട് അവൻ കുറച്ച് ക്രാങ്കി മൂഡായിരുന്നു. പിന്നെ 3 പേരെയും കൊണ്ട് വരാമെന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. പിന്നെയും വിചാരിച്ചു പോയേക്കാം, പിള്ളേർക്ക് ഇതൊക്കെ കാണുമ്പം ഫണ്ണായിരിക്കുമല്ലോ, അവർക്ക് ഫയർ വർക്ക്സൊക്കെ കാണാമല്ലോ, പിന്നെ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ, അപ്പോൾ പോയേക്കാമെന്ന് വിചാരിച്ച് ഏതായാലും വന്നത് നന്നായി. ഏതായാലും കിഡ്സ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഇത് കണ്ടോ, ഇത് ഫേസ് പെയിൻറ്റിങ് ചെയ്ത് കൊടുക്കുന്ന ഒരു സ്റ്റാളാണ് കേട്ടോ. കിഡ്സും അഡൾട്ട്സും ഒക്കെ ആയിട്ട് ലോങ് ക്യൂ ഉണ്ടായിരുന്നു ഇവിടെ. നമ്മളിവിടെ വരാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ ഇതുകൂടെയാണ് കേട്ടോ. പാപ്പയ്ക്കുട്ടിന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫേസ് പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല രസമാണ് കേട്ടോ അവരത് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഏതാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഫേസിൽ ചെയ്ത് തരും കേട്ടോ. പിക്കാച്ചുവിൻ്റെ ഇമേജാണ് കേട്ടോ പാപ്പയ്ക്കുട്ടൻ സെലക്ട് ചെയ്തത്. നോക്കിക്കേ, ഭയങ്കര ഫാസ്റ്റായിട്ടാണ് അവരത് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. നമ്മുടെ പാച്ചൂട്ടി വെയിറ്റിങ്ങിലാണ്. നോക്കിക്കേ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പാപ്പിക്കുട്ടൻ പ്രതീക്ഷിച്ചത് ഇച്ചിരിയും കൂടെ വലിയ ഒരു ഡിസൈനായിരുന്നു. ചെറുതായി പോയെന്ന് പറഞ്ഞാൽ ആളിച്ചിരി ഡിസപ്പോയിൻറ്റഡായി. അപ്പോൾ നമ്മളെപ്പോഴും പറയും അവനോട്, നമുക്ക് കിട്ടാത്തതിനെ ഓർത്ത് സങ്കടപ്പെടാതെ കിട്ടിയതിനെ ഓർത്തിട്ട് സന്തോഷിക്കാൻ. അപ്പോൾ ഞാൻ വീണ്ടും ആ ഡയലോഗ് പറഞ്ഞപ്പോൾ പാപ്പിക്കുട്ടൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. പാച്ചൂട്ടിക്ക് ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഫേസ് പെയിൻറ്റിങ്ങിൻ്റെ. അവനിതെന്താ നടക്കുന്നതെന്നൊന്നും പ്രത്യേകിച്ച് മനസ്സിലായില്ല. ഏത് ഇമേജ് വേണമെന്ന് അവർ ചോദിച്ച് ഒരു ബ്രൗഷർ കാണിച്ചപ്പോൾ അവൻ ആകപ്പാടെ അതിനകത്ത് അറിയാവുന്ന നമ്മുടെ ബേബി ഷാർക്കായിരുന്നു കേട്ടോ പാച്ചിക്കുട്ടൻ. അതുകൊണ്ട് ബേബി ഷാർക്കിനെ ചൂസ് ചെയ്തു. പാവം ഇച്ചിരി കൺഫ്യൂസ്ഡ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ലേഡി ആണെങ്കിലും ഭയങ്കര കൈൻഡായിട്ട് ഭയങ്കര കിഡ്സിനോട് നല്ല രീതിയിലാണ് ബിഹേവ് ചെയ്തത്. ഭയങ്കര സോഫ്റ്റായിട്ടാണ് കേട്ടോ അവർ അതെല്ലാം ചെയ്ത് കൊടുക്കുന്നത്. പാച്ചിക്കുട്ടൻ ഏതായാലും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഹാപ്പി ആയിട്ടോ. ഞങ്ങൾ നിന്ന സ്ഥലത്തൊന്നും ഒരുപാട് നന്നായിട്ടൊന്നും കാണത്തില്ലായിരുന്നു, പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാതെ കണ്ടു. ഇത് ഒത്തിരി നേരമൊന്നുമില്ല കേട്ടോ, ഒരു 10 to 15 മിനിറ്റ്സ് മാക്സിമം ഉണ്ടാവത്തുള്ളൂ. ഈ ഒരു ചെറിയ ടൈമിലോട്ടുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ട ജനങ്ങൾ മുഴുവൻ ഇവിടെ വന്നേക്കുന്നത് കേട്ടോ. എനിക്ക് ഇവിടെ വന്നിട്ട് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ഇവിടുത്തെ ആൾക്കാർ ലൈഫിനെ എൻജോയ് ചെയ്യുന്നത് നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം അവരൊരു ചെറിയ കാര്യം പോലും എൻജോയ് ചെയ്യാതെ വിടത്തില്ല. നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മുടെ സ്ട്രെസ്സും നമ്മുടെ കിഡ്സ്, ഫാമിലി, നമ്മുടെ ജോലി ഇതെല്ലാം കഴിഞ്ഞിട്ട് എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയം ഭയങ്കര കുറവാണല്ലേ. പക്ഷേ ഇവിടുത്തുകാർ അങ്ങനെയല്ല കേട്ടോ. അവരുടെ ലൈഫ് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട്, ലൈഫിൽ സന്തോഷം ഉണ്ടാകുന്ന എല്ലാ കാര്യത്തിനും അവർ സ്പെൻഡ് ചെയ്യും കേട്ടോ.
സമയവും പൈസയും ഒക്കെ സ്പെൻഡ് ചെയ്യും. ഒരുപാട് പേര് ചെയർസും മാറ്റും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മൾ വിചാരിച്ചു ഇവരെന്തിനാണ് ഇതൊക്കെ ആയിട്ട് വരുന്നതെന്ന്. പക്ഷേ അവരൊരു 5 മണി 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും തന്നെ വന്ന് അവിടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് കണ്ടുപിടിച്ച് അവിടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്ത് അവസാനം ഫയർ വർക്ക്സൊക്കെ കണ്ട് കൂളായിട്ട് തിരിച്ചു പോകും കേട്ടോ. ആപ്പിക്കുട്ടൻ ചെന്നപ്പോഴത്തേനും തന്നെ പറഞ്ഞായിരുന്നു കേട്ടോ സ്നോ കോൺ ഫ്ലവേഴ്സ് വേണമെന്ന്. അപ്പം ഇത്രയും നേരം ഇവിടെ കടകളുടെ മുന്നിലോട്ടൊന്നും അടുക്കത്തില്ലായിരുന്നു, അതുപോലെ ക്യൂ ആയിരുന്നു ഫയർ വർക്ക്സ് തുടങ്ങുന്നിടം വരെ. ഫയർ വർക്ക്സ് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും കടകളിലെ തിരക്കുകളൊക്കെ ഒന്ന് കുറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവനേതായാലും അത് മേടിച്ചു കൊടുക്കാമെന്ന്. നമ്മൾ ഫയർ വർക്ക്സ് കഴിഞ്ഞിട്ടാണ് കേട്ടോ കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ മേടിച്ചത്, തിരക്ക് കാരണം. പിന്നെ നോക്കിക്കേ ഇവിടെ എല്ലാ ആൾക്കാരും വഴിയിലൊക്കെ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങളും ഒന്നും വിചാരിച്ചില്ല, നമ്മളും വഴിയിലിരുന്നാണ് നമ്മൾ കഴിക്കുകയൊക്കെ ചെയ്തത്. കിഡ്സിന് ഇതൊക്കെ ശരിക്കും ന്യൂ എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. ഒരുപാട് ടോയ് ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അധികമായിട്ടൊന്നും വാങ്ങിയില്ല, പൊതുവിൽ ഇന്ന് കുറച്ച് എക്സ്പെൻസീവായിട്ട് തോന്നി. നമ്മൾ പാച്ചിക്കുട്ടനും നേത്തൻകുട്ടനും നാട്ടിൽ കിട്ടുന്ന പോലത്തെ കാറ്റാടി കണ്ടപ്പോൾ അതുപോലത്തെ ഓരോന്ന് വാങ്ങിയിട്ടോ. അങ്ങനെ ഫയർ വർക്ക്സ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും തിരിച്ചു പോകാൻ കേട്ടോ. നോക്കിക്കേ അങ്ങ് അകലെ കാണുന്നൊരു ബ്രിഡ്ജുണ്ടോ, അതിലെ ആൾക്കാരാണ് കേട്ടോ നടന്നു പോകുന്നത്. ഇവിടെ നോക്കിക്കഴിയുമ്പോഴത്തേനും കുഞ്ഞായിട്ട് കാണാം കേട്ടോ, നിറയെ ആളുകളാണ്. നമ്മൾ പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ വണ്ടി കിടക്കുന്ന സ്ഥലത്തോട്ട് 1 മണിക്കൂർ വീണ്ടും തിരിച്ച് നടന്നു. ഏകദേശം ഒരു 11:30 12 ഒക്കെ ആയി നമ്മൾ വീട്ടിലെത്തി. പിന്നെ എല്ലാവരെയും ഹാപ്പി ന്യൂ ഇയർ ഒക്കെ വിഷ് ചെയ്ത് പയ്യൊരു കേക്കൊക്കെ മുറിച്ച് നമ്മൾ കിടന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇയർ ആവട്ടെ 2025. ഹാപ്പി ന്യൂ ഇയർ ടു എവരി വൺ.